ഒരു ചെറിയ യാത്രയിലാണ്. യാത്ര എങ്ങോട്ടാണെന്നല്ലേ? തിരുവനന്തപുരത്ത് നിന്നും 22 കിലോമീറ്റർ അകലെ പോത്തൻകോടിനും വെഞ്ഞാറമൂടിനും ഇടയ്ക്കാണ് പൂലന്തറ എന്ന ചെറിയ ഗ്രാമപ്രദേശമുള്ളത്. പൂലന്തറ. ഈ പൂലന്തറയിലാണ് 1969 നവജ്യോതി ശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ച ശാന്തിഗിരി എന്ന ആശ്രമമുള്ളത്. ആ ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ശാന്തിഗിരി ആശ്രമത്തിൽ ഇപ്പോൾ ശാന്തിഗിരി ഫെസ്റ്റ് നടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 20 ആരംഭിച്ച് ഈ വർഷം, അതായത് ഈ മാസം ജനുവരി 19 അവസാനിക്കുന്ന, അതായത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ് ശാന്തിഗിരി ഫെസ്റ്റിവൽ. അങ്ങനെ ആ ശാന്തിഗിരി ഫെസ്റ്റിവലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ എന്ന് അവകാശപ്പെടുന്ന ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് കടക്കുന്നതിനുള്ള പ്രവേശന ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 50 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. അങ്ങനെ പ്രവേശന ഫീസായ 50 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് കാഴ്ചയുടെ വർണ്ണ വസന്തങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കാണികൾക്ക് കാഴ്ചയുടെ പുതുവസന്തമൊരുക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിലെ നല്ല കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ചെടികളാണ്. അങ്ങനെ ഓരോ കാഴ്ചകൾ ആസ്വദിച്ച് ഓരോ കാഴ്ചകളും ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പ്രകാശവിന്യാസം കൊണ്ടുള്ള വർണ്ണക്കാഴ്ചകളും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും അതുപോലെ താഴ്വാരത്തെ വാട്ടർ ഫൗണ്ടനുമെല്ലാം ഫെസ്റ്റ് നഗരിയുടെ മുഖ്യ ആകർഷണങ്ങൾ തന്നെയാണ്. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നക്ഷത്രവനത്തിലേക്കാണ്. നക്ഷത്രവനത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഗോശാലകളുണ്ട്. ഗോശാലയിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ പശുക്കളുടെ കാഴ്ചകളുമൊക്കെ മനോഹരം തന്നെയായിരുന്നു.
10,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വിശാലമായ പാർക്കിലെ കാഴ്ചകൾ വിസ്മയമുളവാക്കുന്നതാണ്. എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൂക്കൾ കൊണ്ടുള്ള വർണ്ണ വിസ്മയങ്ങൾ തന്നെയാണ്. ജലാശയത്തിനുള്ളിലെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടനും അതുപോലെ തന്നെ പ്രകാശ വിന്യാസങ്ങളും ഹാപ്പിനെസ് പാർക്കും പ്രധാന ആകർഷണങ്ങൾ തന്നെയാണ്. അതുപോലെ ഒരുപാട് വിശാലമായ ഏരിയയിൽ ഫ്ലവർ ഷോയും നമ്മളെ സന്തോഷത്തിന്റെ കാഴ്ചകളിലേക്ക് തന്നെയാണ് തള്ളിവിടുന്നത്. നക്ഷത്രവനവും ഗോശാലയും കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭാഗമായിരുന്നു അരയന്നങ്ങളുടെ വീട്. അരയന്നങ്ങളുടെ വീട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പോകുന്നത് പാവകളി നടക്കുന്ന ഭാഗത്തേക്കാണ്. മനോഹരമായ രീതിയിൽ ആ ഒരു കലാകാരന്റെ കലാവിരുന്ന് ഇവിടെ അരങ്ങേറുന്നുണ്ടായിരുന്നു. മറ്റൊരു ആകർഷണമായി തോന്നിയത് ഫ്ലവേഴ്സ് ചാനലിലെ തന്നെ കുട്ടേട്ടനെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ കഴിയുമെന്നത് തന്നെയാണ്. പാറിപ്പറക്കുന്ന പക്ഷികളുടെ കൂട്ടുകാരാകാൻ പക്ഷികളുടെ സ്വതന്ത്ര ലോകത്തേക്കുള്ള പ്രവേശന കവാടമാണിത്. അതിനുള്ളിലുള്ള കാഴ്ചകൾ മനോഹരം തന്നെയായിരുന്നു. നിങ്ങൾ അലർജിയും മറ്റുമുള്ളവരാണെങ്കിൽ മാസ്ക് നിർബന്ധമായും ഈ ഭാഗത്ത് ധരിക്കേണ്ടതാണ്. കാരണം പക്ഷികൾ പറക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു അവിടെ.
ഇപ്പോൾ കാണുന്നത് വൈൽഡ് ഗാർഡനാണ്. ഒരുപാട് വന്യമൃഗങ്ങളെ ഇവിടെ കാണാൻ കഴിയും. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ശാന്തിഗിരി ഫെസ്റ്റിൽ. ഗോസ്റ്റ് ഹൗസും റോബോട്ടിക് അനിമേഷൻ ഷോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി അമ്യൂസ്മെന്റ് പാർക്കുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ജലാശയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ ജലാശയത്തിലെ വാട്ടർ ഫൗണ്ടൻ്റെ കാഴ്ചയും വളരെ മനോഹരം തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ചിരിക്കാത്ത ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ്. ഈ മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് കോമഡി പറഞ്ഞും എന്ത് രീതിയിലും ചിരിപ്പിക്കാം. ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അങ്ങനെ ചിരിക്കാത്തൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. ആ മനുഷ്യൻ ചിരിച്ചു കഴിഞ്ഞാൽ ആരാണോ ചിരിപ്പിക്കുന്നത് അവർക്ക് 1 ലക്ഷം രൂപ സമ്മാനമായി കിട്ടും. ഇനി വെറും 5 ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് മേളകളിലേക്കാണ്. കാർഷിക വിപണന മേളകളും അതുപോലെ തന്നെ ഗോത്രവർഗ ഗ്രാമങ്ങളിലെ കരകൗശല വസ്തുക്കളുടെ വിപണന സ്റ്റാളുകളുമെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
കുട്ടികൾക്ക് വേണ്ടുന്ന ഒരുപാട് ഗെയിം ഷോകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരുപാട് വിനോദ പരിപാടികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് റോബോ വേൾഡിലേക്കുള്ള എൻട്രൻസ്. ഞങ്ങൾ റോബോ വേൾഡിൽ കയറുന്നില്ല, ഞങ്ങൾ പോകുന്നത് സ്നോ വാലിയിലേക്കാണ്. സ്നോ വാലി നിർബന്ധമായും കയറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരാൾക്ക് 50 രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ 50 രൂപയുടെ ടിക്കറ്റും എടുത്തുകൊണ്ട് സ്നോ വാലിക്കുള്ളിലേക്ക് കടക്കുകയാണ്. കാഴ്ചകൾ വ്യത്യസ്തം തന്നെയായിരുന്നു. പുറത്ത് നല്ല ചൂടായിരുന്നു. എന്തായാലും സ്നോ വാലിക്കുള്ളിലേക്ക് കടന്നപ്പോൾ മുതൽ ഞങ്ങളെ വരവേറ്റത് മഞ്ഞ് കാഴ്ചകൾ തന്നെയായിരുന്നു. ഒത്തിരി നേരം ഞങ്ങൾക്ക് അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ സ്നോ വാലിക്കുള്ളിലെ ഐസിലൂടെ ഒരു നടത്തമാണ് കാണുന്നത്. ശിവനെ, ഇത് ഏത് ജില്ല എന്ന് ചോദിക്കുന്നത് പോലെ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് ചെല്ലുന്ന ഭാഗത്ത് ഒരുപാട് ഗെയിമുകൾ ഉണ്ടായിരുന്നു. ചെറിയ ടിക്കറ്റ് നിരക്കിൽ എല്ലാ പേർക്കും ഈ ഗെയിമിൽ പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ 50 രൂപ ടിക്കറ്റ് നിരക്കിൽ ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമിൽ ഞങ്ങളും പങ്കെടുത്തു.
അങ്ങനെ മണിക്കൂറുകൾ പോയതറിഞ്ഞില്ല. ഒത്തിരിയേറെ കാഴ്ചകൾ തന്നെയാണ് ശാന്തിഗിരി ഫെസ്റ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ശാന്തിഗിരി ഫെസ്റ്റിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇനി ഈ ഫെസ്റ്റിലെ സമയത്തെക്കുറിച്ച് പറയാം. അവധി ദിവസങ്ങളിലാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 വരെയും, അതുപോലെ തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമാണ് പ്രവേശനം. അപ്പോൾ മറക്കണ്ട, ഇനി 5 ദിവസം കൂടിയേ ഉള്ളൂ. ജനുവരി 19 വരെയേ ശാന്തിഗിരി ഫെസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ മറക്കാതെ ശാന്തിഗിരി ഫെസ്റ്റിൽ വരിക. മറക്കരുത്, ചിരിക്കാത്ത മനുഷ്യനെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സമ്മാനവുമുണ്ട്.